ദേവ ദേവ എന്നാണോ അതോ വേറെ എന്തെങ്കിലും ആണോ അത് സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. ദേവ് ആംബ്രെ എന്നുള്ള ഒരു പോലീസുകാരനെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളികൾക്ക് അറിയാമല്ലോ, നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു മീൻസ് സംവിധായകൻ്റെ ഓൾറെഡി മലയാളത്തിൽ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്, മുംബൈ പോലീസ്. അപ്പോൾ അതിൻ്റെ റീമേക്ക് ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നോക്കി ചിലപ്പം അങ്ങനെ ഇനി അതാണെങ്കിൽ തന്നെ കഥ അതുപോലെ കാണിക്കുമോ ഹിന്ദിയിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു. പക്ഷേ ഇത് സെയിം മുംബൈ പോലീസിൻ്റെ റീമേക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കഥയിൽ കുറേ മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ ഇതുപോലെയല്ല, കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ഒരു ഫ്രഷ്നെസ് പറയാം. പക്ഷേ അത് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കിടു ട്വിസ്റ്റ് അങ്ങനത്തെ ഒരു ഫീലൊന്നും വരില്ല നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കഥ മാറ്റിയാണെങ്കിൽ കൂടെ തന്നെ ഭയങ്കര നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും വിചാരിക്കും ഇത് ഒരു യൂഷ്വലായിട്ടുള്ള ഒരു വരുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അപ്പം വലിയൊരു ഇതില്ല. പക്ഷേ എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൃഥ്വിരാജ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു വേറെ ലെവൽ തന്നെയാണ്. മീൻസ് കുറച്ച് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ഇല്ല, ഞാൻ ആ സിനിമ കണ്ടില്ലായിരുന്നു. അപ്പം ഇത് ജസ്റ്റ് ഒരു കുറച്ച് ആക്ഷൻ സീക്വൻസസുകളുണ്ട്, അതൊക്കെ ചിലയിടത്ത് വർക്കൗട്ടായി ചിലയിടത്ത് പാളിപ്പോയി. പിന്നെ കുറച്ച് അങ്ങനത്തെ കുറേ ഒരു എന്താ പറയുക, ഒരു ക്രൗഡ് അറ്റാക്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരു പോലീസിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തൊരു ക്രൗഡ് അറ്റാക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ പാട്ട് മെയിനായിട്ട് ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു റാപ്പ് സോങ് ഉണ്ട് ഇതിനകത്ത്. അപ്പം ആ റാപ്പെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ ഫൈറ്റ് സീക്വൻസസിനിടയ്ക്ക് ആ ഒരു റാപ്പ് സോങ്സ് വരുന്നത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. റോഷൻ ആൻഡ്രൂസ് ബോളിവുഡിനെ രക്ഷിക്കാൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടേക്കാം ബോളിവുഡ്. അല്ല, ബോളിവുഡിൽ നല്ല സിനിമകൾ വരുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് ആ ഒരു പുഷ് കിട്ടുന്നില്ല.